നിങ്ങൾ അറിഞ്ഞോ പുതിയ നിയമം വന്നതൊക്കെ? സ്ത്രീകളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ചാടിത്തുള്ളി സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇനി ഭർത്താക്കന്മാരും വീട്ടു ജോലികളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണമെന്ന് സുപ്രീം കോടതിന്റെ പുതിയ ലോ വന്നിട്ടുണ്ട്. പറയുന്നത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, പക്ഷേ ഞാൻ പറയും 2026 മാർച്ച് 21 ആവേണ്ടി വന്നു ഇങ്ങനൊരു നിയമം നമ്മുടെ ഇടയിൽ വരാനല്ലേ. അതുപോട്ടെ, എന്തായാലും എത്ര ലേറ്റ് ആയാലും വന്നല്ലോ. പക്ഷെ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിയമം വന്നിട്ട് വേണ്ട സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ആണായാലും പെണ്ണായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞു കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ, ഒരു 5-6 വയസ്സ് മുതൽക്ക് തന്നെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പ് വരുത്താനുള്ളൊരു സ്പേസ് പാരൻസ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ഒരുക്കി കൊടുക്കണം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. നോ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഫോർ ദ ബോയ്സ്. കഴിച്ച പ്ലേറ്റ് നീ എന്തിനാ കഴുകുന്നേ? അതവിടെ വെച്ചേക്ക്. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പിൻവലിച്ചുകൊണ്ട് കഴിച്ച പ്ലേറ്റ് അവനവൻ തന്നെ കഴുകുക. ആണായാലും പെണ്ണായാലും സ്വന്തം പരിസരം വൃത്തിയാക്കി വെക്കുക. ടോയ്ലറ്റ്, ബെഡ്റൂം, എണീറ്റുടനെ ബെഡ്ഷീറ്റ് മടക്കി വെക്കുക. ഇത്തരത്തിലുള്ള ബേസിക് റുട്ടീൻ ശീലങ്ങൾ ഒരു 5-6 വയസ്സ് മുതൽ, അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യാറേ, പക്ഷെ ഒരു 5 വയസ്സ് മുതലെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈക്വലി പറഞ്ഞു കൊടുക്കുക. അവിടെ പെൺകുട്ടിക്ക് കൂടുതൽ, ആൺകുട്ടിക്ക് കുറവെന്നൊന്നും വേണ്ട. നമുക്കിതിനെ ഡിസ്ക്രിമിനേഷൻ ഒന്നും വേണ്ട. രണ്ടുപേരും തുല്യമായിട്ട് തന്നെ പഠിക്കട്ടെ. ഓരോ വീടുകളും വ്യത്യസ്തമാണല്ലോ അല്ലെ. നമുക്ക് ഓരോ വീടിന്റെ സാഹചര്യങ്ങൾ അറിയില്ല. അപ്പൊ ഇങ്ങനൊരു നിയമം വന്നത് പല വീടുകളിലും ഒരു നല്ല കാര്യമായി മാറിയിട്ടുണ്ടായിരിക്കാം. സോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. Are you happy with this new thing? Share your views in the comments.